യെസ് യെസ് ഇത് ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് 2006 രജിസ്റ്റർ ചെയ്തതാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി സൗഹൃദ കൃഷി, പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അതിന് പ്രോത്സാഹനം നൽകുകയും അതിൽ പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി സമാന സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ കേരളത്തിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം അത് പ്രകൃതി സൗഹൃദമായ കൃഷി പ്രോത്സാഹനം നൽകുക, അതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകുക, അതിൻ്റെ ഉൽപ്പാദകർക്ക് ന്യായമായ വില ലഭ്യമാക്കുക. പ്രധാനമായും നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണവും മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും ആരോഗ്യവും അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ഭക്ഷ്യവസ്തുക്കൾ ഗുണമേന്മയോടുകൂടി ഉൽപ്പാദിപ്പിക്കുക, സുരക്ഷിതമായ ഭക്ഷ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടുള്ളത്. ഒപ്പം തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണം, നമ്മുടെ പശ്ചിമഘട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുടിനീര് കിട്ടുകയുള്ളൂ. പശ്ചിമഘട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ജൈവ വൈവിധ്യ സമ്പന്നത നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. നമ്മുടെ 44 നദികളിലും ജലപ്രവാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 2006 മുതൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിരുന്നു. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം മുതൽ അത് പ്രധാനമായും നിത്യാഹാരത്തിലെ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോഷക ചെറുധാന്യങ്ങൾ എന്ന പേരിലാണ് മില്ലറ്റുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ 2013 ജനുവരി മുതൽ ഈ ചെറുധാന്യ കൃഷി വ്യാപനത്തിന് വേണ്ടി, അപ്പോൾ അത് കർഷകർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് 5 സെൻറ്റ് മുതൽ 50 സെൻറ്റ് വരെ ഉള്ളവർക്ക് ഈ മില്ലറ്റ് ചെറുധാന്യത്തിൻ്റെ 9 ഇനം ചെറുധാന്യ വിത്തുകൾ സൗജന്യമായി നൽകും. കൃഷിക്ക് അടിസ്ഥാന വളം കഴിഞ്ഞാൽ പിന്നീടുള്ള അത് ജൈവ വളങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകും. ഇത് കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ നമ്മൾ ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് ന്യായമായ വില നൽകിക്കൊണ്ട് ചെറുധാന്യങ്ങൾ വില എടുക്കുകയും അതിനാവശ്യമായ സംസ്കരണത്തിന് ശേഷം ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീഹസ്കിങ് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് വിതരണം ചെയ്യും. ഇപ്പോൾ ഇതുപോലുള്ള പൊതുവായിട്ടുള്ള പരിപാടി ഇത് നമ്മുടെ ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ MLAയും കേരളത്തിലെ വ്യവസായ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം 3ാമത് വർഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നുള്ള പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ജൈവജീവനം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ സംസ്ഥാനത്താകെ ഉള്ളത് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ ഒരു ജില്ലയാണ്. ആ സമയത്ത് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 2025 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾ നിത്യോപയോഗത്തിൽ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. നമ്മുടെ പരിസ്ഥിതിക്കും ജീവനും ഭീഷണിയായിട്ടുള്ള പ്ലാസ്റ്റിക് നിത്യജീവിതത്തിൽ നിന്ന് ഉപയോഗം പരമാവധി കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തനതായിട്ടുള്ള കയറ് ഇന്ത്യയിൽ അധികം ഉൽപ്പാദിപ്പിക്കുന്ന ജൂട്ട്, അതുപോലെ തന്നെ കേരളത്തിലുള്ള ബാമ്പു, ഇവയെല്ലാം തന്നെ അതിൻ്റെ ഗ്രാമീണമായി ഉള്ള തൊഴിൽ ലഭ്യത, അതോടൊപ്പം ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ നമ്മുടെ നിത്യ ഉപയോഗത്തിൽ പ്ലാസ്റ്റിക്കിന് പകരമാകാൻ നിൽക്കാൻ കഴിഞ്ഞിരുന്നവയാണ്. അതിനെ വീണ്ടും നമ്മൾ പൊതുസമൂഹത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം പുതുതായിട്ട് വന്നു ചേർന്നതാണ് നമ്മുടെ പാഴായി പോകുന്ന പാള കൊണ്ടുള്ള പാള പ്ലേറ്റുകൾ. അപ്പോൾ ഈ പാള പ്ലേറ്റുകൾ നമ്മളിപ്പോൾ ഉള്ള നെയ്ച്ചോറ്, ബിരിയാണി, അതുപോലെ ഭക്ഷ്യവസ്തുക്കളെല്ലാം കണ്ടെയ്നറുകളാക്കുന്നതിന് ഏകദേശം 1 ഡസൻ പാള പ്ലേറ്റുകൾക്ക് ആകെ 150 രൂപ വിലയുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് തന്നെ രണ്ടാമത് വീണ്ടും വീട്ടിലെ ആവശ്യങ്ങൾക്ക്, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാർഷിക സമൃദ്ധിയുള്ള ഇടമായിട്ടുള്ളതാണ് മറയൂർ, കാന്തല്ലൂർ മേഖലകളെല്ലാം. അപ്പോൾ അവിടെയുള്ള വിൻ്റർ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇവയെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇതെന്താ ബീട്രൂട്ട്, അതുപോലെ തന്നെ സ്റ്റോൺ പിയർ, അതുപോലെ ഇത് നമ്മുടെ കാന്തല്ലൂർ ഉൽപ്പാദിപ്പിക്കുന്ന സെലക്ഷൻ ബീൻസ് ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ വെളുത്തുള്ളി, കാന്തല്ലൂരിൻ്റെ പ്രധാനമായിട്ടുള്ള വെളുത്തുള്ളി അത് നമ്മൾ യാതൊരു രാസവളമോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ തനതായിട്ടുള്ള വെളുത്തുള്ളി, മറ്റ് വെളുത്തുള്ളിയേക്കാൾ ഔഷധ ഗുണം, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ ഇവയെല്ലാം ഇരട്ടി ഗുണമുള്ളതാണ്. ഇതെല്ലാം പൊതുസമൂഹത്തിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതുകൊണ്ട് ഇത് അതുപോലെ തന്നെ സിംലയിൽ നിന്നുള്ള ഇത് നാടൻ പശുവിൻ്റെ അത് തനതായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന
നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യാണ്. അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ, ഇത് സിംലയിൽ നിന്നുള്ള ആപ്പിൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ സൈഡർ വിനീഗർ തുടങ്ങി ഇവയെല്ലാം തന്നെ നമ്മൾ ആരോഗ്യദായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഇതോടൊപ്പം തന്നെ നമ്മുടെ അങ്കമാലിയിലുള്ള നാളികേര ഉൽപ്പാദക സംഘം അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചായിട്ട് നീര, കേരളത്തിൽ ഇപ്പോൾ സജീവമായി നീര ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. ഇപ്പോൾ നിത്യജീവിതത്തിൽ നിന്ന് അലങ്കാര വസ്തുക്കൾ എന്നതുപോലെ പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ബാമ്പുവിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം തന്നെ ആളുകൾക്ക് പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള വസ്തുക്കൾ. പിന്നെ ഈ മില്ലറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇത്തരം അവസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ പൊതു വിപണിയിൽ കിട്ടുന്നതിൽ മൊത്ത വിലയേക്കാൾ 40% സബ്സിഡൈസ് ചെയ്താണ് ഈ ആഘോഷവേളകളിൽ നമ്മൾ മില്ലറ്റും കേരളത്തിനും പുറത്തുമുള്ള ഔഷധ അരി ഇനങ്ങൾ 15 ഇനം ഔഷധ അരി ഇനങ്ങൾ ഇവയടക്കമെന്ന് പറഞ്ഞാൽ 40% വില കുറച്ചാണ് നൽകുന്നത്. ഒരു ഫാമിലിക്ക് 5 കിലോ മാത്രമേ നമ്മൾ നൽകുകയുള്ളൂ. ഒരു ഇനം 2 കിലോ മാത്രമേ നൽകുകയുള്ളൂ. ഇതെല്ലാം നമ്മുടെ നാടൻ പച്ചക്കറി ഇനങ്ങളുണ്ട്, വിന്റർ വെജിറ്റബിൾസ് ഉണ്ട്. ഇതെല്ലാം ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഓർഗാനിക് കേരള പ്രസിദ്ധീകരണ രംഗത്ത് 2001 മുതൽ പ്രസിദ്ധീകരണ രംഗത്തുണ്ട്. അത് ഏകദേശം നമ്മൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ളത്, ഡയബറ്റിക്കിനെ കുറിച്ചുള്ളത്, ഫാമിലി ഫാമിങ്ങിനെ കുറിച്ചുള്ളത്, അതുപോലെ തന്നെ സമീകൃത ആഹാരത്തെക്കുറിച്ചുള്ളത്, മില്ലറ്റിൻ്റെ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ സാമൂഹ്യ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. അത് ഒറ്റയ്ക്കല്ല, സമാനമായിട്ടുള്ള സംഘടനകളുമായി കൈകോർത്തുകൊണ്ടാണ്. ഇതുപോലുള്ള ഇപ്പോൾ കൃഷിക്കൊപ്പം കളമശ്ശേരി പോലുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെത്, കൊച്ചി കോർപ്പറേഷൻ്റെ അവിടെ എല്ലാം തന്നെ നഗര കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇവയെല്ലാം പരിശീലന പരിപാടികളടക്കം തുടർച്ചയായി സംഘടിപ്പിച്ചു പോരുന്നതാണ്. അപ്പോൾ ഇതിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ നമ്മൾ കേട്ടിരുന്നത് ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലോകത്താകെ ഉയർത്തി വരുന്നത് സ്വയം പര്യാപ്തതയല്ല, ഭക്ഷ്യവസ്തുക്കളിൽ നമ്മൾ സ്വയം സമ്പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഫുഡ് സോവറിനിറ്റി എന്നാണ് അതിന്. ഭക്ഷ്യവസ്തുക്കളുടെ നമുക്ക് തനതായി നമ്മുടെ ഓരോ പ്രദേശവും ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കണം. അതിന് നമുക്ക് സാധ്യമാകുന്നിടത്തോളം മുമ്പോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി ഉയർത്താനായിട്ട് കഴിയുള്ളൂ. ആ വക പ്രവർത്തനം നിങ്ങളാണ് ഏർപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിച്ചാൽ സാധ്യമാകുന്നതാണ്. നമ്മുടെ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൃഷി നോക്കുക, നമ്മുടെ വീടും പരിസരവും നമുക്ക് സാധ്യമായിടത്തോളം ഉൽപ്പാദക യൂണിറ്റുകളായി മാറ്റുക. അപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് നമ്മൾ സ്വയം പര്യാപ്തതയിൽ നടന്നെടുക്കാൻ കഴിയുക. ഓരോ കുടുംബങ്ങളെയും ഭക്ഷ്യ ഉൽപ്പാദന യൂണിറ്റുകളാകണം. അതിനുവേണ്ടിയാണ് ഫാമിലി ഫാമിംഗ് ഇയറാണ്. അതിൽ ഫാമിലി ഫാമിംഗ് ആയിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡിക്കേഡ് ഓഫ് ഫാമിലി ഫാമിംഗ് ആണ്. 2019 മുതൽ 2028 വരെ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡിക്കേഡ് ഓഫ് ഫാമിലി ഫാമിംഗ്, കുടുംബ കർഷക ദശകമാണ്. ആ വർഷത്തിലാണ് നമ്മളിത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കുടുംബ കൃഷി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അധ്വാനം പുറമേ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗണ്യമായ ഭാഗവും സുരക്ഷിതമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കുടുംബങ്ങളെ പ്രാപ്തമാക്കിയാൽ അത് ഗ്രാമങ്ങൾ അതിന് സജ്ജമാകും. അപ്പോൾ ഗ്രാമങ്ങളെ ഭക്ഷ്യസുരക്ഷിതമാക്കുക, സുരക്ഷിത ഭക്ഷ്യ ലഭ്യത ഉറപ്പാക്കുക, അതുവഴി തൊഴിലും ആരോഗ്യം ഉറപ്പാക്കുക. ഈ പ്രവർത്തനങ്ങളിൽ സാധ്യമായിടത്തോളം പ്രവർത്തനം സമൂഹം ഒന്നാകെ വിചാരിച്ചാൽ നമുക്ക് ഏറെ തന്നെ നമ്മൾ ഈ കൺസ്യൂമറിസത്തിൻ്റെ പിടിയിൽ നിന്ന്, അതുപോലെ തന്നെ വിലക്കയറ്റത്തിൻ്റെ പിടിയിൽ നിന്ന്, ആരോഗ്യ അപകടങ്ങളിൽ നിന്ന് നമുക്ക് മോചനമാകാൻ കഴിയും. അതിനുള്ള സാധ്യതകളുണ്ട്. അതിലേക്കുള്ള ശ്രമങ്ങളുടെ വിജയകരമായ ഒരു മാതൃകയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ.